ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനെ വ്യക്തിപരമായി വിമർശിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഓസ്ട്രേലിയ ഇസ്രായേലിനെ ഒറ്റക്കൊടുത്തുവെന്നും അൽബനീസിനെ ദുർബലനായ രാഷ്ട്രീയക്കാരനെന്നും നെതന്യാഹു വിമർശിച്ചു. നെതന്യാഹുവിന്റെ സഖ്യകക്ഷി നേതാവായ സിംച റോത്ത്മാനെ ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതാണ് ഈ നയതന്ത്ര തർക്കങ്ങൾക്ക് തുടക്കമിട്ടത്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയോടുള്ള ഓസ്ട്രേലിയയുടെ നിലപാടുകളും ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായി. ഇതിന്റെ പ്രതികാര നടപടിയായി ഓസ്ട്രേലിയ ഇസ്രായേലി നേതാക്കൾക്ക് വിസ നിഷേധിക്കുകയും ഇസ്രായേൽ പലസ്തീനിലേക്കുള്ള ഓസ്ട്രേലിയൻ പ്രതിനിധികളുടെ വിസ റദ്ദാക്കുകയും ചെയ്തു. വ്യാപാര ബന്ധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്രപരമായ ബന്ധം വഷളായത് ഇരു രാജ്യങ്ങൾക്കും ദോഷകരമാണെന്നാണ് വിലയിരുത്തൽ. പ്രശ്നങ്ങൾ നയതന്ത്രപരമായി പരിഹരിച്ച് നല്ല ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു.